ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്ലാന്റ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 2 മാസത്തോളം അടുപ്പിച്ചായി കേട്ടോ. എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയ ഒന്നാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയത് ഷാംസ് ഹോം ഗാർഡൻ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ്. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ അവർ കോൺടാക്റ്റ് നമ്പറൊക്കെ അതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ട്. നല്ല രീതിയിലെ പാക്കിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയത് കാക്ടസിൻ്റെ വെറൈറ്റീസാണ്. എൻ്റെ ഹാങ്ങിങ് പോട്ടിൽ ഇടാനായിട്ട് ഞാൻ വാങ്ങിയ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഹാങ്ങിങ് പോട്ടിൽ ഇതുപോലെ കാക്ടസിൻ്റെ വെറൈറ്റീസ് വളർത്തുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിലൊന്ന് ഫ്ലവർ ചെയ്യുന്ന കാക്ടസാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയത്. ഇതിൽ ഡാർക്ക് മെറൂൺ കളറിലെ ഒരു പൂവാണ് ഉണ്ടാകുന്നത്. കാക്ടസിൻ്റെ ചെടികൾ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന കാക്ടസിൻ്റെ വെറൈറ്റീസൊക്കെ എൻ്റെ 2-3 ഗാർഡൻ വിസിറ്റിങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഹാങ്ങിങ് പോട്ടുകളിൽ നല്ല ഡോർഫ് വിഭാഗത്തിൽപ്പെട്ട പൂക്കൾ വരുന്ന ചെടികൾ മൂന്നാറിൽ ഞാൻ പോയപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. കൊടൈക്കനാൽ അവിടെയൊക്കെ ഗാർഡൻ സന്ദർശിച്ചപ്പോൾ അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഒരു 3-4 വെറൈറ്റി കാക്ടസിൻ്റെ വെറൈറ്റീസൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ബോർഡിൽ വളർത്തണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഒരു പ്രാവശ്യം ഒരു കാക്ടസിൻ്റെ വെറൈറ്റി വാങ്ങി വെച്ചായിരുന്നു. നല്ല രീതിയിൽ സ്പ്രെഡായി നന്നായിട്ട് വളർന്നു വന്നതാണ്. കാക്ടസിന് അധികം ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ ഒരാഴ്ചയിലൊരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് നന്നായിട്ട് അതങ്ങ് പോവുകയും ചെയ്യും. പക്ഷേ പെട്ടെന്നൊരു സമയത്താണ് ആ ചെടിയിൽ എന്തോ വെള്ള പൗഡർ വാരിട്ടതുപോലെ ഒരു ഫംഗസ് വന്ന് അത് ഫുള്ള് നശിച്ച് അത് ചീഞ്ഞ് പോകുന്നത് പോലെ അതങ്ങ് പോയിട്ട് എനിക്ക് ഭയങ്കരമായ വിഷമമായി. പക്ഷെ അതിൽ ഈ വല ഇങ്ങനെ ഈ സ്പൈഡറിൻ്റെ വല ചുറ്റി ഇരുന്നായിരുന്നു കേട്ടോ. അത് ഒന്ന് വെള്ള കളറിലായി അതങ്ങ് നശിച്ചു പോയി. അപ്പോഴേ മനസ്സിൽ കരുതിയതാണ് ഇനി ഞാൻ വിടില്ല. എന്ന് വെച്ചാൽ ഒരാഗ്രഹം എനിക്ക് ആയി തുടങ്ങിയാൽ അതെനിക്ക് സാധിക്കണം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചെടികളോട് അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും പിടിയില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കാക്ടസ് ആയിരുന്നു. അതിൽ വരുന്നത് ഒരുമാതിരി റെഡ് കളറിലൊരു പൂക്കളാണ് വരുന്നതെന്നായിട്ടുള്ള ഫോട്ടോ ആണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോഴേ കരുതിയതാണ് എനിക്കത് വീണ്ടും വാങ്ങണമെന്ന്. അങ്ങനെയാണ് ഈ ഷാംസ് ഹോം ഗാർഡനിൽ നിന്ന് ഞാനിത് വാങ്ങിയത് കേട്ടോ. നല്ല നമുക്ക് ഒരുപാട് പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. വളരെ കുറച്ച് പൈസയ്ക്ക് തന്നെ എനിക്ക് ഈ ചെടികളൊക്കെ കിട്ടി കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത് പെപ്പറോമിയ പ്ലാന്റാണ് കേട്ടോ. ഇതും ഞാൻ ഒത്തിരി കാലമായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഞാൻ എഴുതി വെച്ചിരുന്ന ഒരു ചെടിയായിരുന്നു. അത് ഇവിടെ നമ്മുടെ ഗാർഡനിലൊക്കെ പോയപ്പോൾ അത് നല്ല രീതിയിൽ സ്പ്രെഡായി അത് ഒരു ഹാങ്ങിങ് ബോർഡിലൊക്കെ വെച്ച് താഴോട്ട് വളർന്നു വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് അവരിലില്ല, പക്ഷെ ആ പോട്ടോട് കൂടി വാങ്ങിക്കുമ്പോൾ 500 രൂപയാവും. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. ഇത് ഇങ്ങനെ ഒരു കട്ടിങ്സ് ആയിട്ടാണ് എനിക്ക് തന്നത് കേട്ടോ. അത് കൊള്ളാം. ഇപ്പം നല്ല ഭംഗി ഉള്ളതിൽ ഏറ്റവും നന്നായിട്ട് വളർന്നു നിൽക്കുന്നത് ആ ചെടിയാണ്. കണ്ടില്ലേ, എനിക്ക് പറ്റിയ വേറൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ പോട്ട് വാങ്ങിയത് നല്ല വലിപ്പമായി പോയി. കണ്ടില്ലേ, നമുക്കൊരു പായസം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വലുപ്പമുള്ള ഒരു പോട്ടായിപ്പോയി. അപ്പോൾ ഞാൻ വാങ്ങിയ ചെടിയും ഈ പോട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതുപോലെ ഇനി എനിക്ക് ഒരു 4-5 ചെടികൾ വെച്ചാലേ ആ പോട്ട് അങ്ങ് നിറയുള്ളൂ. പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടായി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു 3-4 വെറൈറ്റി 2 പോട്ടുകളിലായിട്ട് 3 വെറൈറ്റികളെ ഞാൻ മാറ്റി അങ്ങ് വെച്ചു. അപ്പോൾ പൂക്കൾ വരുമ്പോഴും കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ മഞ്ഞ കളറിലെ പൂ വരുന്നതിന് ഞാൻ പ്രത്യേകം അത് ഒറ്റയ്ക്ക് ഒരു പോട്ടിൽ തന്നെ അത് സെറ്റ് ചെയ്തു. ബാക്കിയുള്ള 3 വെറൈറ്റിയെ 2ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചട്ടിയിലേക്കും വെച്ചു. അങ്ങനെ സെറ്റാക്കി എടുത്ത കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് വളർന്നെടുപ്പുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ബ്രൗൺ കളറിൽ നിൽക്കുന്നുണ്ടല്ലേ, അതൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഗ്രീൻ കളറിലെ ഇലകളൊക്കെ പുതുതായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഈ പൊട്ടി വന്ന ചെടികളൊക്കെ ഞാൻ പ്രത്യേകം ഒരു പോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വേറെ ചെറിയ പീസുകൾ വരെ ഞാൻ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. വരുന്നുണ്ടോ ഇല്ലേ നോക്കിയപ്പോൾ നല്ല രീതിയിൽ അത് വേരൊക്കെ പിടിച്ച് അത് കുറച്ച് പൊങ്ങി വന്ന് നിൽപ്പുണ്ട്. അതൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാക്ടസിനോട് എനിക്ക് എന്തൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്.
ഇനിയും എനിക്ക് കാക്ടസിൻ്റെ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. എന്തായാലും ഞാൻ വൈകാതെ ഒരു ഗാർഡൻ ടൂറ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ കാലമായിട്ട് കൂട്ടുകാരെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. എനിക്ക് ചെടികൾ എത്ര വെച്ചിട്ടും ഒന്നും ഇല്ലാത്തതുപോലത്തെ ഒരു തോന്നലുള്ളതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഓരോ ഗാർഡൻ ടൂറൊക്കെ കാണുമ്പോൾ എൻ്റെ ഗാർഡൻ ഒന്നുമല്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഗാർഡൻ ടൂർ ഇടാനൊരു മടി കേട്ടോ. എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജേഡ് പ്ലാന്റ്. ഈ ജേഡ് പ്ലാന്റ് എൻ്റെ കയ്യിൽ ഒത്തിരി ഉള്ള ഒരു ചെടിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഒരുപാടുള്ള ഒരു ചെടികളൊന്നാണ് ഈ ജേഡ് പ്ലാന്റ്. അതിനെ എനിക്ക് ഈ ഹാങ്ങിങ് ബോർഡിൽ വളർത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ച്, പക്ഷേ ഇത് വളരെ സ്ലോ ഗ്രോത്താണ് കേട്ടോ. അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഞാൻ ഈ കാക്ടസിനനുസരിച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നശിക്കുന്നില്ല. ചെറിയ ചെറിയ ഇലകൾ ഇങ്ങനെ മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഏകദേശം എടുത്തു വെച്ചിട്ട് 2 മാസമായി കേട്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാ ചെടികൾക്കും ചെറിയ ചെറിയ രീതിയിൽ ഗ്രോത്തൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഞാനിത് ബാൽക്കണിയിലാണ് ഹാങ്ങിങ് ബോർഡിൽ ഞാൻ നല്ല നിരത്തി വെച്ച് വളർത്തിയിട്ടുള്ളതായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഈ ഹാങ്ങിങ് ബോർഡിൽ ചെടികൾ വളർത്താൻ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട് വന്ന് 3.25 സെൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് അകത്ത് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ചെടികളും ഹാങ്ങിങ് പോട്ടുകളും മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിൽ ഒരു കാർ പോർച്ചിൻ്റെ പണി നടന്നപ്പോൾ ഇക്കാലത്ത് പറഞ്ഞാണ് ഒരു 12 പോട്ടുകൾ വയ്ക്കാൻ വേണ്ടിയുള്ള എനിക്ക് ഹൂക്കും കൂടെ ചെയ്തു തന്നത്. അത് ഞാൻ എന്തായാലും ഗാർഡൻ ടൂർ ചെയ്യുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഹാങ്ങിങ് പോട്ടുകളിൽ ചെടികൾ വയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. അത് നിലത്ത് അല്ലെങ്കിൽ ചട്ടികളിൽ വളർത്തുന്ന ചെടികൾ ഹാങ്ങിങ് ബോർഡിൽ വെച്ച് അത് പൂവിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇലയോടെ നിൽക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ ജേഡ് പ്ലാന്റൊക്കെ ഹാങ്ങിങ് ബോർഡിൽ ഇട്ട് വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് വളർന്നു വരും. പക്ഷേ സ്ലോ ഗ്രോത്ത് ആയിരിക്കും എന്നേ ഉള്ളൂ. അത് മതി, എനിക്ക് അത്രയും മതി. പെട്ടെന്നങ്ങ് വളർന്ന് പന്തലിച്ച് കാട് പോലെ ആകുന്നതിനേക്കാളും സ്ലോ ഗ്രോത്തായിട്ടുള്ള ചെടികൾ ഹാങ്ങിങ് ബോർഡിൽ വെച്ച് വളർത്തി അതിൻ്റെ ഭംഗി കാണാനും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ.